എല്ലാവർക്കും നമസ്കാരം. ശ്രീ ലളിതാ സഹസ്രനാമാവലി പഠനം 97-ാം ദിവസം. ഇന്ന് 961 മുതൽ 970 വരെയുള്ള നാമങ്ങളാണ് പറയുന്നത്. നമുക്ക് തുടങ്ങാം. ഓം ശ്രീ മഹാദേവിയേ നമഃ. ഓം ഗുണാതീതായേ നമഃ. ഓം സർവാതീതായേ നമഃ. ഓം ശമാത്മികായേ നമഃ. ഓം ബന്ധൂകകുസുമപ്രഖ്യായേ നമഃ. ഓം ബാലായേ നമഃ. ഓം ലീലാവിനോദിന്യേ നമഃ. ഓം സുമംഗല്യേ നമഃ. ഓം സുഖകരിയേ നമഃ. ഓം സുവേഷാഠ്യായേ നമഃ. ഓം സുവാസിന്യേ നമഃ. ഒന്നുകൂടെ പറയാം. ഓം ഗുണാതീതായേ നമഃ. ഓം സർവാതീതായേ നമഃ. ഓം ശമാത്മികായേ നമഃ. ഓം ബന്ധൂകകുസുമപ്രഖ്യായേ നമഃ. ഓം ബാലായേ നമഃ. ഓം ലീലാവിനോദിന്യേ നമഃ. ഓം സുമംഗല്യേ നമഃ. ഓം സുഖകരിയേ നമഃ. ഓം സുവേഷാഠ്യായേ നമഃ. ഓം സുവാസിന്യേ നമഃ. ഇതിൻ്റെ സാമാന്യ അർത്ഥം നോക്കാം. ഓം ഗുണാതീതായേ നമഃ. ഗുണാതീത, ത്രിഗുണങ്ങൾക്കും അതീതയായിട്ടുള്ളവൾ. എല്ലാ ഗുണങ്ങളും ദേവിക്കുണ്ട്. ആ ത്രിഗുണങ്ങൾക്ക് അതീതയായിട്ടുള്ളവൾ. ഓം സർവാതീതായേ നമഃ. എല്ലാ ദേവതാ സങ്കല്പങ്ങൾക്കും മീതെയുള്ളവൾ. സർവ അതീത എന്ന് വെച്ചാൽ എല്ലാ ദേവതാ സങ്കല്പങ്ങൾക്കും മീതെയുള്ളവളാണ് ദേവി. ഓം ശമാത്മികായേ നമഃ. ശമാത്മിക, ശാന്തി തൻ്റെ സ്വരൂപമായിട്ടുള്ളവൾ, ശാന്തി സ്വരൂപി ആയിട്ടുള്ളവളാണ് ദേവി. അതുകൊണ്ട് ശമാത്മിക. ബന്ധൂക കുസുമപ്രഖ്യായേ നമഃ. ബന്ധൂക കുസുമം എന്ന് പറഞ്ഞാൽ ചെമ്പരത്തിപ്പൂവ്. ബന്ധൂക കുസുമപ്രഖ്യ എന്ന് പറഞ്ഞാൽ ചെമ്പരത്തിപ്പൂവിന് തുല്യമായ ശോഭയോട് കൂടിയവൾ. ചെമ്പരത്തിപ്പൂവിൻ്റെ നിറമാണ് ദേവിക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല ചുവപ്പ് നിറമാണ്. അപ്പോൾ അതാണ് ചെമ്പരത്തിപ്പൂവിന് തുല്യമായ ശോഭയോട് കൂടിയവളാണ് ദേവി. അതിനാൽ ബന്ധൂക കുസുമപ്രഖ്യ. ബാല. ഓം ബാലായേ നമഃ. ബാല, ബാലഭാവമുള്ളവൾ, നിഷ്കളങ്ക സ്വഭാവത്തോട് കൂടിയവളാണ് ദേവി. അതുകൊണ്ട് ബാല. വേറൊന്ന് പറഞ്ഞാൽ ബാലാദേവിയായിട്ടിരിക്കുന്നതും ദേവി തന്നെയാണ്. ഓം ലീലാവിനോദിന്യേ നമഃ. ലീലാവിനോദിനി, ദേവിയുടെ ലീലകളാണ് സൃഷ്ടിസ്ഥിതി സംഹാരം. അങ്ങനെ തൻ്റെ ലീലയിൽ വിനോദിച്ചിരിക്കുന്നവളാണ് ദേവി. എപ്പോഴും തൻ്റെ ലീലയിൽ വിനോദിച്ചിരിക്കുന്നവൾ. ദേവിയുടെ ലീലാവിനോദം എന്ന് പറഞ്ഞാൽ സൃഷ്ടിസ്ഥിതി സംഹാരമാണ്. ഓം സുമംഗല്യേ നമഃ. സുമംഗലി, എന്നും സുമംഗലിയായിട്ടിരിക്കുന്നവൾ, നിത്യകല്യാണിയാണ്. എന്നും സുമംഗലിയായിട്ടിരിക്കുന്നവൾ ദേവി. ഓം സുഖകരിയേ നമഃ. തന്നെ ആശ്രയിക്കുന്ന ഭക്തർക്ക് എപ്പോഴും സുഖത്തെ പ്രദാനം ചെയ്യുന്നവളാണ് ദേവി. അതുകൊണ്ട് സുഖകരി. ഓം സുവേഷാഠ്യായേ നമഃ. സുവേഷാഠ്യ, നല്ല വേഷഭൂഷാദികൾ അണിഞ്ഞ് അത്യാകർഷമായി ഇരിക്കാൻ ആഗ്രഹിക്കുന്നവൾ. എപ്പോഴും നല്ല ആഠ്യത്തോടുകൂടിയാണ് ദേവി ഇരിക്കുന്നത്. നല്ല വേഷവും നല്ല ആഭരണങ്ങളും എല്ലാം അണിഞ്ഞ് അത്യാകർഷയായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ സ്ത്രീകളെല്ലാം ദേവിയുടെ പ്രതിരൂപങ്ങളാണ്. അതുകൊണ്ടാണ് പറയുന്നത് നമ്മളും എപ്പോഴും ഉടുത്തൊരുങ്ങി ഐശ്വര്യവതികളായിട്ട് വേണം വീട്ടിൽ ഇരിക്കാൻ. എന്ന് വെച്ചാൽ നമ്മുടെ നല്ല ഡ്രസ്സായിരിക്കണം. ഉടുത്തൊരുങ്ങി എന്ന് പറഞ്ഞാൽ പട്ടുസാരിയൊക്കെ ഉടുത്തുകൊണ്ടിരിക്കുക എന്നല്ല അർത്ഥം. എപ്പോഴും നല്ല ഡ്രസ്സിട്ട് നല്ലതായിട്ട് ഉടുത്തൊരുങ്ങി ഒരാഠ്യത്വം, നമ്മളെ കണ്ടാലും ഒരാഠ്യത്വവും ഐശ്വര്യവും ഒക്കെ വേണം. അതുകൊണ്ടാണ് എപ്പോഴും സ്ത്രീകൾ ഒരുങ്ങിയിരിക്കണമെന്ന് പറയുന്നത്. ഓം സുവാസിന്യേ നമഃ. സുവാസിനി, മംഗളമായി ഐശ്വര്യത്തോടെ കഴിയുന്നവൾ ദേവി. എപ്പോഴും മംഗളമായിട്ടാണ് ഇരിക്കുന്നത്. എപ്പോഴും ഐശ്വര്യത്തോടു കൂടി കഴിയുന്നവളാണ് ദേവി. അപ്പോൾ നമ്മൾ ഇങ്ങനെ പുതിയ പുതിയ നാമങ്ങളിൽ കൂടെയൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും ദേവിയെ കൂടുതൽ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ പ്രപഞ്ച മാതാവ് എല്ലാ ദേവതാ സങ്കല്പങ്ങൾക്കും മീതെ ഉള്ളവളാണ്. ശാന്തി സ്വരൂപിണിയാണ്. നിഷ്കളങ്ക സ്വഭാവത്തോടു കൂടിയവളാണ്. ആശ്രയിക്കുന്നവർക്കെല്ലാം സുഖത്തെ പ്രദാനം ചെയ്യുന്നവളാണ്. എപ്പോഴും നല്ല സുന്ദരിയായിട്ടിരിക്കുന്നവളാണ്. എപ്പോഴും ഐശ്വര്യത്തോടു കൂടിയിരിക്കുന്നവൾ. അങ്ങനെയുള്ള ദേവി അങ്ങനെയുള്ള ദേവിയെ നമുക്ക് ശുദ്ധമായി ശുദ്ധിയോടെ, വിശ്വാസത്തോടെ, ഭക്തിയോടെ പ്രകീർത്തിക്കാം, പൂജിക്കാം, സ്തുതിക്കാം. അപ്പോഴാണ് നമുക്ക് ദേവീ പ്രസാദം കിട്ടുന്നത്. ശ്രീ ലളിതാ പരമേശ്വരിയുടെ ഐശ്വര്യം
ശ്രീ ലളിതാ പരമേശ്വരിയുടെ ഐശ്വര്യമല്ല, ലളിതാ പരമേശ്വരി എല്ലാവർക്കും സർവ്വ അനുഗ്രഹങ്ങളും തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എല്ലാവരെയും പ്രപഞ്ചമാതാവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.